എന്താണ് നമുക്ക് കേട്ടില്ല. നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വലിയ കാര്യം നമുക്ക് എല്ലാവർക്കും വേണം. ഞാൻ താമസിച്ചു സൂപ്പർസാണ് ഞാൻ നോക്കണം. എൻ്റെ അമ്മയെ വിളിക്കാൻ പോകുമ്പോൾ ആ വഴി കൂടെ മുസ്ലിങ്ങളായിരുന്നു. ശരിക്കും ഞാൻ സ്ഥലത്ത് ഇതെല്ലാം വിളിച്ചു പറഞ്ഞ് അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയില്ല എന്റെ ഓട്ടോ വരുന്നത് ഈ ഭയം അസ്വസ്ഥത വരുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് സാധാരണ മനഃശാസ്ത്രപരമായി നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും സെൽഫ് ഡിഫൻസിന് ആഗ്രഹം പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ഈ പരിശ്രമത്തിലെ പ്രാഥമികമെല്ലാം ചെയ്യുന്നത് അതിൽ എപ്പോഴും ആശയ അടിത്തറമാണ്. ഇതിനോടൊപ്പം ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ചെന്താണെന്ന് കഴിഞ്ഞാൽ ക്രിസ്തീയ സമൂഹത്തിൽ 1980-90 വരെ കടമടക്കുന്ന വരെയായിരുന്നു. ഗുരുമലയുടെ നല്ല വില മാതാവിയിൽ ഗുണകുലി കൊള്ളിക്കാരെ തന്നെ സിനിമാസിന്റെ പെരുന്നാളിന് പ്രസംഗിക്കാൻ ആലുവയിൽ പ്രൈവറ്റ് കാർ വാടകയ്ക്ക് വെച്ചിട്ട് പോയ എന്ത് വാങ്ങാനും പൈസ കൊടുത്തിട്ട് അവരോട് പ്രസംഗിക്കാൻ പറ്റണം. സൈതാസിനെ അതിലേക്ക് പുല്ലാണ് പോയില്ല. ഇഷ്ടം പോലെ സമയത്ത് ഇടുക്കി മേഖലയിലെല്ലാവരും ജീവലിയുടെ എല്ലാവരും ജീവ് പൈസയുടെ കൂടി സ്വാശ്രയം കൂടി ഇതെല്ലാം കഴിയുമ്പോൾ ക്രൈസ്തവരുടെ ധാർമ്മിക നിലവാരം വളരെ കാണുന്നു. അലമ്പുകളായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ വേദന കുട്ടികൾ പോകുന്നു വെള്ളം അന്ന് ഈ ഇത് ആദ്യ നേതാക്കളെ വലിയ ഒരു ചിന്തയുണ്ടായിരുന്നു. ആ അവസരത്തിലാണ് കരിസ്മാറ്റിക് പ്രവേശി 1977 ആരംഭിച്ചു. ഡിവൈൻ വന്നു. ഇന്നിപ്പോ നമ്മളിങ്ങനെ കേരളം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്, ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. ഞാനത് വരുമ്പോ പ്രവാസത്തിലേക്ക് പോകുന്ന വലിയ വഴിയെ കുറിച്ചാണ് എന്റെ കൂട്ടുകാരൻ ജോസഫാണ് അതിന്റെ സ്ഥാപകൻ. ജോസഫ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് കരിസ്മാറ്റിക് നവീകരണത്തിന്റെ വളർച്ച കേരളത്തിൽ അഭൂതപൂർവമായിട്ട് എന്തുകൊണ്ട് തെറ്റായി ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ മാത്രമല്ല നമ്മൾ വൈദികരുടെയും സന്യാസികളുടെയും വളരെ താഴെപ്പുഴകൾ നമ്മുടെ തെറ്റുകൾ പൊതുവെ ജനതയുടെ അഭിമാനത്തിന് ദുഃഖമുണ്ടാക്കി സഭയിലെ ധാർമ്മിക നിലവാരം വളരെ താഴോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ അവസരത്തിലാണ് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ വരുന്ന കാര്യം. ഓരോ വൈദികരും പറയുന്നത് വൈദിക സന്യാസി നീ ചിന്തിക്കും, നീ ആരാണ്? നീ ക്രിസ്തുവിന്റെ പുരോഹിതനാണ്, നീ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. നമ്മൾ പഠിപ്പിക്കും ദൈവവചനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരും, വചനം വായിക്കാൻ കഴിയും.
മുസ്ലിം
ഞാൻ ഈ സെക്ഷനിൽ നിന്നോ
നീലകണ്ഠരാജനിൽ നിന്നോ ശംഭു അച്ഛനിൽ നിന്നോ മണിയറച്ചനിൽ നിന്നോ വ്യത്യസ്തമായി ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണോ ഞാൻ ഉണ്ടായിരിക്കുന്നതല്ല. അവരെല്ലാം മനുഷ്യത്വത്തിൽ വളരെ വളർന്ന വ്യക്തികളായ രീതിയിൽ അവരോട് എനിക്ക് മനുഷ്യത്വത്തിൽ സമാനത വരുമ്പോഴുകൂടിയാണ് വിൻസെന്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്നിരിക്കുന്നത്. There are also principles of similarities. നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ വീടുകളിൽ മുതൽ പരിശീലിക്കുന്നത് വാസ്തവത്തിൽ ഇന്ന് ഞാൻ ഞാനായി പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയിൽ കഴിയാം. ഒരു നമ്മളെ സാർ കൊടുത്താൽ കുട്ടികൾക്ക് ഈ അമ്മച്ചി കൂടുതലറിയാം. അമ്മച്ചിക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു? എത്ര മക്കളുണ്ടായിരുന്നു? രണ്ടെണ്ണം. ഓ വളരെ ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്നപ്പോ കളിക്കുമ്പോ മേടിച്ചോ മറ്റൊരു പണ്ടൊന്നും ഈ അന്ന് തുറന്ന സാധനം എന്റെ അവന്റെ ഈ ഒരു ബോധം നമ്മുടെ ഇന്ന് നാം നമ്മുടെ സ്വത്വബോധത്തെ നിർണ്ണയിക്കുന്ന പരിപാടികൾ സെമിനാരികളിലെ പള്ളിക്കൂടങ്ങളിലെ കാറ്റഗിസം ക്ലാസ്സുകളിലെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരാളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല നമ്മളായിരിക്കുന്നത് അവരിൽ നിന്ന് ചില കാര്യങ്ങളിൽ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ. സാരമായ കാര്യങ്ങളിൽ ഞാനും ഈ അച്ഛനും ആ അച്ഛനും ഈ അച്ഛനും ആ അമ്മച്ചിയും നിങ്ങളൊക്കെ നമ്മളെല്ലാം തുല്യരാണ് എന്നുള്ള സിമിലാരിറ്റിയിലാണ് ഐഡന്റിഫിക്കേഷൻ നടക്കണം എന്നുള്ളൊരു ചിന്ത വളർന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടിയാണ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് പറയുന്നത് ഭയങ്കര ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻ ആയി പോയെന്ന് തോന്നും. പക്ഷെ വാസ്തവത്തിൽ ഇന്ന് നടക്കുന്ന ഞാൻ അവരൻ എന്നുള്ള ആ ചിന്ത, അവരുടെതിരെ ഞാൻ എന്റെ സ്വത്വത്തെ നിർണ്ണയിക്കാനുള്ള ആ ചിന്ത, അത് വ്യക്തികളാകട്ടെ സമൂഹങ്ങളാകട്ടെ മതങ്ങളാകട്ടെ ജാതികളാകട്ടെ വർഗങ്ങളാകട്ടെ അത് വരുമ്പോഴും എന്റെ സ്വത്വം അവരുമായിട്ട് ബന്ധവുമില്ലാത്തതാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ്. അതിനോടാണ് ഞാൻ പറഞ്ഞത് റിലേഷണൽ ഐഡന്റിറ്റി കോൺഷ്യസ്നസ് വരുത്തണം. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും കൂടി യോജിച്ച് പ്രവർത്തിക്കാനേ സാധിക്കൂ. മനസ്സിലായി വെള്ളപ്പൊക്കം മനസ്സിലായി എല്ലാവരും ഒരുമിച്ച് ഞാൻ മേജർ സിനിമാനഗർ അവിടെ ഒരു മോശത്തിനുള്ളിൽ വേറെ 6 സഹോദരങ്ങൾക്ക് ഒരു ഏർപ്പാട് പോലെ ആക്ഷൻ താഴെയുള്ള അവിടെ മാത്രം പ്രശ്നമില്ല. 1000 വർഷം ജീവൻ നശിക്കുകയാണ്. ഒരു വരെ ഏർപ്പാടുകൊണ്ട് ഓരോന്നും കഴിച്ചു വെച്ച് ജീവിതം നമ്മൾ ഐഡന്റിറ്റി എന്ന് പറഞ്ഞുള്ള നമ്മുടെ അന്വേഷണങ്ങൾ സ്വത്വബോധത്തെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നമ്മൾ ആഴമായി പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഡയമണ്ട് ലൂസറിലെ പിന്നെ മലയാളത്തിൽ പഠിച്ചാണല്ലോ the essentials from the non-essentials. എന്താണ് എസെൻഷ്യൽ ആയിട്ട് നമ്മൾ ഒരുമിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. എന്താണ് ഒരു കോൺഷ്യസ്നസ്. രണ്ടാമതായിട്ട് രണ്ടാമത്തെ ചിത്രമാണ് എനിക്ക് തോന്നുന്നത് ട്രഡീഷനെയും പുതുമയെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പരിശീലനം നമ്മൾ നടത്താം. ഞാൻ മണികണ്ഠൻ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് പറയാം. വളരെ പ്രായോഗികമായിട്ട് ഡയറക്റ്റായിട്ടുള്ള ഒരു ചെറിയ പ്രാക്ടിക്കൽ കോൺക്രീറ്റ് സജഷൻ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് തെളിഞ്ഞത് നമ്മളെ ചെറിയ ചെറിയ പഠിക്കാന മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. കുറെ കാര്യങ്ങൾ ഞാൻ മറ്റു അതിനേക്കാളൊക്കെ വളരെ ആഴമായിട്ട് നടക്കേണ്ട ബോധനത്തിൽ നടക്കേണ്ട 2 പ്രക്രിയകൾ എങ്ങനെയാണ് ഒരാളുടെ സ്വത്വബോധം രൂപപ്പെടുത്തേണ്ടത് തോന്നുന്നത്. രണ്ടാമത് എങ്ങനെ നമുക്ക് പഴമയെയും പുതുമയെയും സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു തൈവ സ്വത്വം നിലനിർത്താം എന്നുള്ളതാണ്. അതിൽ ഞാൻ പഠിക്കാനായിട്ട് ഓർത്തപ്പോൾ ഞാൻ പറയുകയാണ്. അതിനുള്ള മുഴുവൻ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല. മക്കീന്ദർ എന്ന് പറഞ്ഞ ഒരു ഫിലോസഫറെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടല്ലേ? ഞാൻ വളരെ രസകരമായിട്ട് അദ്ദേഹത്തെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എന്താ പറയുക, മക്കീന്ദർ
MC വലിയ I N T Y R E. ഒന്നുകൂടി പറയാം. MC വലിയ I N T Y R E. ALASDAIR. ഈ ഓതർ സ്കോട്ടിഷ് അമേരിക്കൻ ഫിലോസഫറാണ്. അദ്ദേഹത്തിന്റെ നല്ലൊരു പുസ്തകം ആഫ്റ്റർ വേർഷിപ്പ് എ സ്റ്റഡി ഇൻ മോറൽ തിയോളജി. മോറൽ തിയറി എ സ്റ്റഡി ഇൻ മോറൽ തിയറി. ആഫ്റ്റർ വേർഷിപ്പ് എ സ്റ്റഡി ഇൻ മോറൽ തിയറി. അദ്ദേഹം പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേരുകൾ ആവശ്യമാണ്, പഠനം ആവശ്യമാണ്, എന്നാൽ നമുക്ക് പൊതുവെയും ആവശ്യമാണ്. ഇത് രണ്ടും ഭയങ്കര സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് പോകാൻ ഒരു മനുഷ്യന് സാധിക്കുമോ, അപ്പോൾ ഈ തീവ്രവാദവും ഈ അപരവൽക്കരണവും ഒക്കെ അവസാനിക്കും. അതായത് പറയുന്നത് ലിവിംഗ് ട്രഡീഷൻ ആയിരിക്കണം കൊണ്ടുപോകാൻ. അതായത് ട്രൈ ടു ലിവ് എ ലിവിംഗ് ട്രഡീഷൻ. ലിവിംഗ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എടുക്കുന്ന ഒരു പാരമ്പര്യം, ആ പാരമ്പര്യത്തിനെ വ്യത്യസ്ത മാനങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുള്ള പാരമ്പര്യമായിരിക്കണം. നമുക്ക് എല്ലാവർക്കും പാരമ്പര്യം ആവശ്യമാണ്. അതെയാണ് ലിവിംഗ് ട്രഡീഷൻ എന്ന് പറയുന്നത്. ലിവിംഗ് ട്രഡീഷനുള്ള ജീവത്തായ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ വളരെ ഗൗരവവും ആഴകരമായിട്ടും ശാസ്ത്രീയമായിട്ടും നേരിട്ട് പരിഹരിക്കാൻ ശക്തി തെളിയിച്ച ഒരു ട്രഡീഷൻ. അതെപ്പോഴാണ് സംഭവിക്കുക? ആ ട്രഡീഷന്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത ആശയധാരകളെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിവുണ്ടായാൽ മാത്രമാണ് നമുക്ക് ഈ വിഘടനമാകാതെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇത് രണ്ടും ഒരു ചിന്തയ്ക്ക് വേണ്ടി പറയുകയാണ്. ഭാവിയിലേക്ക് നിങ്ങളത് കൂടുതൽ വായിക്കുന്നത് മനസ്സിലാവും. ഈ രണ്ട് അല്പം ഫിലോസഫിക്കലാണ്. ഫിലോസഫിക്കൽ സ്റ്റുഡൻസ് ആയിരിക്കും കൂടി ഒന്നാമത്തെ പോയിന്റ് ഓർമ്മ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? റിലേഷണൽ ഐഡന്റിറ്റി ഫോർമേഷൻ. രണ്ട് believe in living tradition or rationality of living tradition. ശരി. ഒരു ജാതി നശീകരണമാണ്. അച്ഛനാരംഭിച്ചത് യൂറോപ്പിൽ സംഭവിച്ചത് മതത്തിന്റെ പുറമേ നിന്നായിരുന്നു. ഭാരതത്തെ സംഭവിച്ചത് മതത്തിന്റെ അകത്തുനിന്നുള്ള നവീകരണമാണ് ആരംഭിച്ചതെന്നാണ്. ഈ യൂറോപ്പില് വീണ്ടും എന്ന് പറയുമ്പോൾ, അതായത് മതത്തിന് പുറത്തേ പറയുമ്പോൾ ഈ ഗ്രീക്ക് ഫിലോസഫിക്ക് അതിനകത്തുണ്ടായി മനസ്സിലായത് ഈ ജനാധിപത്യ മൂല്യങ്ങളിലേക്കുള്ള ഒരു വീണ്ടെടുപ്പായിട്ടാണ്. ആ ഒരു ചിന്ത കഴിഞ്ഞാൽ കാരണം ഭാരതത്തില് ഏറ്റവും വലിയ ജനാധിപത്യം അഭിമാനിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നത്തിൽ എവിടെയാണ് ജനാധിപത്യം നടക്കുന്നത്? ഇതൊരു രാജനീതി പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കോടിയുടെ പ്രശ്നത്തിലാണെങ്കിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് 5 വർഷം നൽകി, നിങ്ങൾ ഈ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നവോത്ഥാനത്തിന്റെ ജനാധിപത്യമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊന്ന് എന്തുകൊണ്ട് യൂറോപ്പിലെ ഭൂരിപക്ഷമായ ക്രിസ്ത്യൻ ജനത ഈ നവോത്ഥാനത്തിന് വിധേയമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കാരണം ഈ ക്രിസ്തീയതയിൽ തന്നെ നവോത്ഥാനത്തിന്റെ വിത്തുകളുണ്ട് എന്നുള്ളതാണ്. ഈ നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറയുന്ന പൊളിറ്റിക്കൽ എൻറ്റിറ്റിയും മതത്തിന്റെ എൻറ്റിറ്റിയും രണ്ടിനെയും സ്വീകരിക്കുന്ന ഒരു നിലപാട് നമ്മുടെ ബൈബിളിലും. മാത്രമല്ല ബൈബിളിനെ പോലെയുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് സഹായിക്കാനുള്ള ഒരു സുവിശേഷ മൂല്യങ്ങളുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ ഏതാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനി വൈദികൻ എന്ന രീതിയിൽ ഞാൻ ഏത് ബൗദ്ധികമായ സദസ്സിനെയും അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യാനി എന്ന രീതിയിൽ ക്രിസ്തുശിഷ്ട എന്ന രീതിയിൽ നോക്കുമ്പോൾ ഈ നവോത്ഥാന കാലഘട്ടം കൊണ്ടുപോകുന്ന സത്യം നീതി എന്നൊക്കെ പറഞ്ഞ എന്താണ്? കർത്താവിശ്വസിയെ പറഞ്ഞ നീതിയെ ഇവിടെ ആരും കൊണ്ടുപോകുന്നില്ല. ഒരു അവസാനത്തെ ഒരു മണിക്കൂർ മാത്രം വേദന ചെയ്യാൻ ആരോഗ്യമുണ്ടായിരുന്ന ആ മനുഷ്യന് പകലിന്റെ അധികം മുഴുവൻ അധ്വാനിച്ച ആ മനുഷ്യനോടൊപ്പം കൂലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് അത്രയും ദരിദ്രനായ അവന് ഏറ്റവും ശക്തനായ
മോദി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മോദി അല്ലെങ്കിൽ RSS എന്നൊക്കെ പറയുന്ന കാര്യം ഇവരൊന്നും മതത്തിൽ വിശ്വസിക്കുന്നവരല്ല. അവർ വിശ്വസിക്കുന്നത് ഗുജറാത്ത് ലോബിയിലാണ്, ഹൈകാസ്റ്റിലാണ്. ഞാൻ അങ്ങനെ ഒരു സാമ്പത്തികമായ ഒരു വായന RSSനെ കുറിച്ച് നടത്തിയാൽ തോന്നുന്നു. മനോഹരമായ പഠനമുണ്ട്. ഈ അലാനിയോ ഈ ഭീമങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാക്കുന്നത് ഈവൻ വടക്കേ ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിലെ ഒരു ലോബിയെ വളർത്തി ആ ഗുജറാത്തിലൂടെ ക്ഷത്രിയ ഗുജറാത്തി മേഖലകൾക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു ഹിന്ദു സമുദായത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഈ പരിശ്രമം ചെയ്തു. അവിടെ അംബേദ്കറിനെയും ഗാന്ധിജിയെയും അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും ഇടയിലുള്ള ഫ്ലോക്ലോറിക് ആയിട്ടുള്ള സാഹിത്യ കലാവാസനകളുടെയൊക്കെ ശക്തി സംഭരിച്ചുകൊണ്ട് ഇവിടെയുള്ള നൂറുകണക്കിന് ചെറിയ ചെറിയ സംഘടനകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നു. അതിലൂടെ തന്നെയാണ് ഈ ജനാധിപത്യത്തിന്റെ ഈ സമത്വ സ്വാതന്ത്ര്യ സാഹോദര്യം എന്നൊക്കെ പറയുന്ന മൂല്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയും. അതിനെ സാധിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കർഷക സമരം. പഞ്ചാബിൽ നടന്ന കർഷക സമരം. അപ്പോൾ ഈ ഇങ്ങനെയൊരു ഡിക്റ്റേറ്റർ, ഏത് ഡിക്റ്റേറ്റർഷിപ്പും അറിയുന്ന ഞാനിപ്പോ പറയുമ്പോൾ കോൺഗ്രസ്സുകാരാണെന്ന് വിചാരിക്കരുത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അമുൽ ഗോയി എന്ന് പറഞ്ഞ കളിയാക്കിയിരുന്ന അവര് ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം ഓരോ സ്ഥാനങ്ങളിലും ഈ നീതിന്യായ വകുപ്പിന്റെ സൂത്രം ഉപയോഗിച്ചും അധികാരം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും അദ്ദേഹത്തെ ഓരോ പ്രാവശ്യവും നിഷ്കാസനാക്കിയ ഓരോ അവസരങ്ങളിലും അദ്ദേഹം കൂടുതൽ ശക്തനായി മാറുകയും അദ്ദേഹത്തിന് വീണ്ടും ഈ ഇന്ത്യ എന്ന് പറയുന്ന പുതിയ കാഴ്ചപ്പാടിലേക്ക് ഈ ഇന്ത്യയെ ഒന്നിപ്പിക്കാനും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കാണുന്നതും ഈ ജനാധിപത്യത്തിന്റെ വേരുകൾ ഈ ഹിന്ദു സമുദായത്തിലെ വിവിധ ലിറ്ററേച്ചറുകളിലും സംസ്കൃതിയിലും ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് ക്രിസ്ത്യാനികളെ നമുക്ക് ഒരു വലിയ സംഭാവന ചെയ്യാനുണ്ട്. കാരണം സുവിശേഷം എന്ന് പറയുന്നത് ഈ സത്യത്തിന്റെയും നീതിയുടെയും സൗന്ദര്യത്തിന്റെയും വിദ്യയുടെയും വ്യക്തിപ്രാധാന്യത്തിന്റെയും കല്ലറിയാൻ കൊണ്ടുവന്ന ആ വിദ്യാലയത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാവരെയും അവർ തുടർന്ന് കഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നവോത്ഥാനത്തെയൊക്കെ നവീകരിക്കാൻ നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ നമ്മൾക്കെല്ലാം നമ്മുടെ ശക്തി നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ ശക്തി സുവിശേഷമാണ്, ക്രിസ്തുവാണ്, ആ മൂല്യങ്ങളാണ്. അത് ഇവിടുത്തെ നവോത്ഥാന മൂല്യങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അതിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ പ്രവർത്തിക്കുക. അതിനെതിരെ ശക്തമായി ഞാനിത് പറയുക, ചെറു ചെറു സമൂഹങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. ഈ കോട്ടയത്തിന്റെ പരിസരങ്ങളിൽ നിങ്ങൾ ഒരുപാട് ഇടങ്ങളിലൊക്കെ പോകുന്നതാണ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാവും. പഠിച്ചുപോലെ മാഷന്മാർ പറയാറുണ്ട്, കടകളിലെ വീട്ടിൽ പോകുന്നുണ്ട്, സന്ദർശനമുണ്ട്, അയൽപക്കൂട്ടായ്മ വേണ്ടിയിട്ട് നിങ്ങൾ വേണമെന്ന് നോക്കിയാൽ നടത്തുള്ളൂ. ഇവര് നിങ്ങളുടെ പല കുഞ്ഞു ഗ്രൂപ്പുകളിലൊക്കെ പോകുന്നുണ്ടാവും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വലിയ വലിയ സംഘടനകൾ ഒഴിച്ച് ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ ചിന്തിക്കുക. അയ്യങ്കാളി സഭയുടെ ആൾക്കാർ കൂടി, സഹോദര ഡൈവത്തിന്റെ ആൾക്കാർ കൂടി, RSSന്റെ ആൾക്കാരുടെ കൂടിയല്ല നമ്മൾ പോകേണ്ടത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പിന്നോക്ക വിഭാഗങ്ങളുടെ കൂടെ, അവശ്യ ക്രൈസ്തവരുടെ കൂടെ നിങ്ങൾ വേണ്ടത് പോയിട്ടു. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങൾ ഈ ചിന്തിക്കുന്ന തലമുറ ഈ ജനാധിപത്യത്തെ തിരിച്ചു വരാൻ ഇന്ത്യയിൽ തന്നെ എത്ര വലിയ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ചും ആയുധ ശക്തി ഉപയോഗിച്ചും അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന അധികാരികളുണ്ടെങ്കിലും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ചെറു ചെറു സംഘടനകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അലയൻസസ് ഉണ്ടാക്കി നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാറ്റങ്ങൾ സംഭവിക്കും. ഉമ്മൻചാണ്ടിയുടെ അനുഭവം അത് തന്നെയാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി